അപ്പോൾ ഗൈസ് ഫൈനലി നമ്മുടെ ഇന്ത്യ ബൈക്ക് ഡ്രൈവ് 3D ഗെയിം ഗൈസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ അപ്ഡേറ്റ് എന്തൊക്കെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് പുതിയൊരു ഹൗസ് വന്നിട്ടുണ്ട്, പിന്നെ പുതിയ ക്യാരക്ടേഴ്സ്. അത് മാത്രമല്ല ഗൈസ് ഇവിടെ വണ്ടിയുടെ വീൽസ് ഒക്കെ നമുക്ക് മാറ്റാം. ഇത് ഈ RGS ടൂളിൻ്റെ അടുത്തൊരു പുതിയൊരു ആപ്പ് കാണാം. അത് ക്ലിക്ക് ചെയ്ത ഗൈസ് കേട്ടോ നമുക്ക് മാറ്റ വീൽസ് ഇങ്ങനെ മാറ്റിയെടുക്കാം. നിങ്ങളെ ഗെയിം അപ്ഡേറ്റ് ആയിട്ടില്ല ഗൈസ്, വേറെ പോയി പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്തോളൂ. ഇങ്ങനെ അടിപൊളി കിടക്കാച്ച അപ്ഡേറ്റ്സ് ഒക്കെ നമ്മളെ ഗെയിമിൽ വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല ഗൈസ് നമുക്ക് നമ്മുടെ വീൽസിൻ്റെ കളർ കൂടി മാറ്റാം. നമുക്ക് കളർ മാറ്റാൻ ഓപ്ഷൻ ഗൈസ് രണ്ടെണ്ണം അടി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അപ്പോൾ ഇവിടെ വൈലറ്റും അടിയത്തെ കളർ നീലയും ആക്കി കേട്ടോ ഗൈസ്. നമുക്ക് രണ്ട് കളർ മാറ്റാം, ഉള്ളിലത്തെയും മുകളിലത്തെയും കളർ. അത് മാത്രമല്ല ഗൈസ് ഇവിടെ വണ്ടിയുടെ ടയേഴ്സ് നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. താഴെ കാണാൻ ഹൈഡ് ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്ത കേട്ടോ ഗൈസ്. ഇവിടെ വണ്ടി ഇപ്പോൾ പറക്കുകയാണ്. നമ്മളിപ്പോൾ ഫ്യൂച്ചർ വണ്ടി ഗൈസ്, ഫ്യൂച്ചർ വണ്ടി നമുക്ക് അതിൻ്റെ ടയർ ശരിയാക്കുകയും ചെയ്യാം, ഫുള്ള് സെറ്റാക്കാം കേട്ടോ. അപ്പോൾ വണ്ടിക്ക് ടയറില്ല ഗൈസ്, അത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഗൈസ് ഈ വണ്ടിൻ്റെ അടുത്ത് പോയാൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ കിട്ടുള്ളൂ, ദൂരത്ത് പോയാൽ കിട്ടൂല. അതാണ് വേറെ കാർ മോഡിഫിക്കേഷൻ കേട്ടോ. എടുത്ത് പോയാൽ ഗൈസ് ഈ ഓപ്ഷൻ വരുള്ളൂ. നമുക്ക് വണ്ടിയുടെ ടയർ ആണെങ്കിൽ ആ റീസെറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം കേട്ടോ. ഹൈഡ് റീസെറ്റ് നമുക്കിങ്ങനെ മാറ്റി കളിച്ചാൽ ഗൈസ് ഇത് ചെയ്യാൻ പുതിയ അപ്ഡേറ്റ് കിടക്കുക ചെയ്തേ. ഇത് മാത്രമല്ല ഗൈസ് നമ്മുടെ കാറിൻ്റെ കളേഴ്സിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ കളേഴ്സ് മാറ്റുന്ന ഓപ്ഷന്, അതായത് പണ്ടൊക്കെ ഫസ്റ്റത്തെ അപ്ഡേറ്റൊക്കെ നമുക്ക് ഗെയിമിൽ കളറ് ഈ ഒരു കുറച്ച് കളർ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഗൈസ് നമുക്ക് അടിയിൽ വേറൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട കളർ എടുക്കാം ഗൈസ്. നമുക്ക് ഈ ഗെയിമിൽ ഇല്ലാത്ത കളർ തന്നെ എടുക്കാം. ഇത് ചെയ്യാനായിട്ട് അപ്പോൾ അത് ഇവിടെ നീലയും പച്ച ഇടയിലൊരു കളർ എത്തിയിട്ടുണ്ട് ഗൈസ്. നീലയും പച്ച ഇടയിലുള്ള കളറ് കാണാൻ രസമുണ്ടൊക്കെ കണ്ടോ. ഒരു നീല ഒരു പച്ച ഷെയ്ഡ് ഗൈസ്. ഇങ്ങനത്തെ കളറൊന്നും നമ്മുടെ ഗെയിമിൽ തന്നെ അല്ല. ഇപ്പോൾ ഈ അപ്ഡേറ്റ് വന്നുകൊണ്ട് ഗൈസ് നമുക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ട കളറൊക്കെ എടുക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ പുതിയ ഹൗസിലേക്ക് പോകാം ഗൈസ്. പുതിയ ഹൗസ് കണ്ടാൽ നിങ്ങൾ നെട്ടു, അഞ്ചാത്ത സീനാണ് ഗൈസ് ആ ഹൗസ്. ഏതായാലും ഞാൻ അങ്ങോട്ട് പോയി കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ പുതിയ ഹൗസ്, നമ്മുടെ പുതിയ വീട് ഗൈസ്. കണ്ടോ നമ്മൾ വണ്ടിയുടെ അടുത്ത് പോകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ഗേറ്റാണ് ഗൈസ്. എടുത്തു പോയി നിന്ന് കൊടുത്താൽ മതി, ഗേറ്റൊക്കെ ഓട്ടോമാറ്റിക് തുറക്കും. അങ്ങനെ ഹൈടെക് വീടാണ് ഗൈസ്. നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്കാണ് പോയേക്കാം. പിന്നെ നമ്മൾ ഉള്ളിൽ കയറിയാൽ തന്നെ ഗൈസ് നമ്മുടെ ഗേറ്റ് ഓട്ടോമാറ്റിക് അടയും ചെയ്യും. അതാണ് വേറെ പ്രത്യേകത, സെറ്റ് സീന് ഗേറ്റാണ് ഗൈസ്. പിന്നെ വണ്ടി കൊണ്ട് പോയാൽ മാത്രമല്ല ഗൈസ് ഗേറ്റ് തുറയാൻ, നമുക്ക് വേണമെങ്കിൽ അടുത്തേക്ക് നടന്നും പോകാം, അപ്പോഴും ഗേറ്റ് ഓട്ടോമാറ്റിക് തുറയാണ് ഗൈസ്. കേട്ടോ ഏത് ഗേറ്റ് ഗൈസ്, നമ്മളിപ്പോൾ റിച്ച് ഫ്രാങ്ക്ലിനാണ് ഗൈസ്. പിന്നെ ഗൈസ് നമുക്കിനി ഏതായാലും വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം, വീടിൻ്റെ ഉൾഭാഗം എങ്ങനെ കാണാം. പിന്നെ ഗൈസ് ഇവിടെ അടുത്തിന് സ്വിമ്മിംഗ് പൂൾ തന്നെയുണ്ട്. സ്വിമ്മിംഗ് പൂൾ നീന്താനൊന്നും പറ്റില്ല, മറ്റേ ഹൗസിലാണെങ്കിൽ നമുക്ക് നീന്തേനു. പിന്നെ ഗൈസ് ഇവിടെ സിംഹത്തിൻ്റെ ഫോട്ടോ ഉണ്ട്. ഇവിടെ എന്താ കാർ പോർഷാണെന്ന് പറഞ്ഞത്. പിന്നെ എന്താ ഉള്ളിൽ ചെയ്താൽ രണ്ട് സോഫ ഉണ്ട്. ഇവിടെ നല്ല അടിപൊളി ഇരിക്കാൻ പറ്റിയ സ്ഥലമുണ്ട്. അവിടെ സിംഹം ഉണ്ട്. ഏതായാലും നമുക്കിനി മേലേക്ക് പോയേക്കാം. മേലെയാണ് നമ്മളെ ബെഡ്റൂമൊക്കെ വരാൻ ചാൻസ് കൂടുതൽ ഗൈസ്. ജിമ്മുണ്ടോ എന്നറിയില്ല, മറ്റേ നമ്മളെ പഴയ വീട്ടിലാണ് ജിം ഉണ്ടായിരുന്നു ഗൈസ്. ഇതിലെങ്ങനെയാണെന്ന് അറിയില്ല. ഇതെല്ലാം നമുക്ക് ഗൈസ് ഈ ഫസ്റ്റ് കാണുന്ന സ്ഥലത്തേക്കും പോയേക്കാം ഗൈസ്. ഇവിടെ ഒന്നും ഇല്ലല്ലോ ഗൈസ്. ഓ ഇവിടെ ഇനി വല്ല മാറ്റം വരുത്തേണ്ടി വരും. ഇവിടെ ഗൈസ് വെറുതെ ഒരു ആവി, വെറുതെ ശൂന്യമാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം ഇനി ഏതായാലും നമുക്ക് ഗൈസ് നമ്മുടെ ബെഡ്റൂമിലേക്ക് പോയേക്കാം. ബെഡ്റൂം ഈ ഭാഗത്താണ്. ഇവിടെ നമുക്കൊരു PC സെറ്റപ്പ് ഉണ്ട്, AC ഉണ്ട് ഗൈസ്. PC സെറ്റപ്പ്, AC, പിന്നെ മുന്നേ തന്നെ TV ഉണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ ബെഡ്റൂം ഗൈസ്. ഫാനൊക്കെ തലമ തട്ടിപ്പോണ്, എന്ത് ചെയ്യാണ് ഗൈസ്. ഫാനൊക്കെ തല ഇപ്പം മുറിച്ചു ഗൈസ്. ഇത് നോക്കുക ഗൈസ്, ആ ഫാനിൻ്റെ ഉള്ളിലൊക്കെ തല ഇട്ട് വെക്കും. അതാണ് ഫ്രാങ്ക്ലിൻ കുറച്ച് നീണ്ടു പോയി, ഫ്രാങ്ക്ലിൻ ജിറാഫായി ഗൈസ്. ഇനി നമുക്ക് ഈ അപ്ഡേറ്റ് ചെയ്ത ഗൈസ് നമ്മുടെ മറ്റേ പുതിയ ക്യാരക്ടേഴ്സിനെ കാണിച്ചു തരാം. അതിന് നമ്മൾ ആദ്യം RGS ടൂൾ എടുക്കണം. ഇതിന് മുമ്പ് ഗൈസ് നമ്മൾ പഴയ നമ്മളെ ക്യാരക്ടേഴ്സ് കളിച്ചു തരാം. ആദ്യം നമ്മൾ RGS ടൂളിൽ ബോയ് എന്ന് സെർച്ച് ചെയ്ത ഗൈസ് നമ്മളെ പഴയ ഒരു ക്യാരക്ടറിന് കിട്ടും. പഴയ ഒരു ബോയ് ക്യാരക്ടർ കേട്ടോ ഗൈസ്. ഇത് പഴയ ഒരു ക്യാരക്ടറാണ്. ഇതിപ്പോൾ ഗേൾ സെർച്ച് ചെയ്യണേ ഗൈസ്, പഴയ ഏതൊരു ഒരു ഗേൾ കിട്ടും. ഞാൻ ചില ഗൈസ് കേട്ടോ പഴയ ഒരു ഗേൾ. ഇനി നമുക്ക് പുതിയ ക്യാരക്ടറാണ് ഗൈസ്, ബോയ് 2 സെർച്ച് ചെയ്യുക ഗൈസ്. ബോയ് 2, ബോയ് 2. അപ്പോൾ ഗൈസ് കേട്ടോ പുതിയൊരു ക്യാരക്ടർ, മഞ്ഞ ഒരു സ്വർണ്ണ കുപ്പായ കെട്ട്. ഇനി നമുക്ക് ഗേളാണെങ്കിൽ ഗേൾ 2, ഇങ്ങനെ ഗേൾ 2 സെർച്ച് ചെയ്താൽ ഗൈസ് നമുക്ക് പുതിയ ഗേൾ ക്യാരക്ടറും കിട്ടും. അപ്പോൾ ഗൈസ് നമുക്ക് ഇങ്ങനെ പലതരം ഗേൾ 2, ബോയ് 2 സെർച്ച് ചെയ്താൽ പല കുപ്പായിട്ട് ഗൈസ് പല ഡ്രസ്സ് പല കളറായി കണ്ട് കാണിച്ചു തരാം ഗൈസ്. കണ്ടോ ഞാൻ ഇപ്പോൾ കുറേ ഇതാക്കി വെച്ചിങ്ങനെ കുറേ സ്പോണാക്കി നോക്ക് ഗൈസ് കേട്ടോ. പിന്നെ വേറെ പ്രത്യേകത ഉണ്ട്, ഇപ്പോൾ നമ്മളെ പിന്നാലെ വരും ഗൈസ്. മറ്റൊരാണെങ്കിൽ അടിച്ചാലേ അവരൊന്ന് കുത്തിയാലേ പിന്നാലെ വരുള്ളൂ. ഇത് നമ്മൾ ഗൈസ് എങ്ങോട്ട് പോകണോ നമ്മളെ പിന്നാലെ എങ്ങനെ വരും ഗൈസ്. പിന്നെ നമുക്ക് പുതിയ ക്യാരക്ടർ ആവാൻ പറ്റും. ഇവരെ പോലെ തന്നെ നമുക്ക് ഈ ബോയ് 1, ബോയ് 2, ഗേൾ 2 അങ്ങനെ നമുക്ക് അങ്ങനെ ക്യാരക്ടർ ആവാൻ പറ്റും. അതിന് നമ്മൾ പിന്നെ RGS ടൂൾ എടുക്കുക. ഇവിടെ അതിൽ നമ്മൾ ഗേളാണെങ്കിൽ PM13 സെർച്ച് ചെയ്താൽ ഗൈസ്. എന്നിട്ട് നമ്മൾ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്ക് കാണാം ഗൈസ് നമ്മൾ ആ ഗേൾ ക്യാരക്ടറിൽ ഒരു ഗേളായിട്ടുണ്ട്. ഞങ്ങൾക്ക് ബോയ് ആണെങ്കിൽ ഗൈസ് നമ്മൾ പിന്നെ നമ്മുടെ RGS ടൂൾ എടുക്കുക. RGS ടൂൾ എടുത്തിട്ട് ഗൈസ് PM14
ഗേളിന് PM13, ബോയിന് PM14. അപ്പോൾ ഗൈസ് നമ്മളിനി PM14 അറസ്റ്റ് ചെയ്തു. ഇനി ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത ഗൈസ് കണ്ടേ നമുക്ക് ബോയ് ആവാൻ പറ്റും. അപ്പോൾ ആള് ഫ്രീക്കലാണ് ഗൈസ്, ഫ്രീക്കലാണ്. നമുക്ക് ഗൈസ് ഇവിടെ സാധാ ഫ്രാഗ്ലിൻ നമ്മുടെ ഫ്രാഗ്ലിനാണ് ഗൈസ്. നമ്മൾ പിന്നെ ആദ്യം സ്റ്റൂൾ എടുത്തിട്ട് PM0 സെർച്ച് ചെയ്യുക ഗൈസ്. PM0 ഇവിടെ നമ്മൾ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ് അപ്പോൾ പിന്നെ നമ്മൾ ഫ്രാങ്ക്ലിൻ കുട്ടവനായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് നല്ല അടിപൊളി കിടക്കാച്ച വീഡിയോ പൈസ കാണാം. അതുവരെ ഗുഡ് ബൈ.